ഇന്ത്യയിലെ കന്നുകാലികൾ പ്രതിദിനം നൽകുന്നത് 30 ലക്ഷം ടൺ ചാണകം എന്നാണ് നീതി ആയോഗിന്റെ പഠനം. കുവൈറ്റ് ഈയിടെ ഇന്ത്യയിൽ നിന്ന് ഓർഡർ ചെയ്തത് 192 ടൺ ചാണകം. വർദ്ധിച്ച ഡിമാൻഡിന് കാരണം ലളിതം. നമുക്ക് വേണ്ടത് എണ്ണയാണെങ്കിൽ എണ്ണപ്പന വളർത്താൻ ഗൾഫിന് വേണ്ടത് ചാണകം. എണ്ണപ്പനയിൽ നിന്നല്ല നമുക്ക് വേണ്ട എണ്ണ കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നതെന്ന വ്യത്യാസം മാത്രം. ടെലികോം നിയന്ത്രണ ഏജൻസിയായ ട്രായിയുടെ പുതിയ നീക്കം ഉപയോക്താക്കൾക്ക്, പ്രത്യേകിച്ച് 2 സിം ഉപയോഗിക്കുന്നവർക്ക് ഉപകാരമാകും. ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കാത്തവർക്കായി പ്രത്യേക റീചാർജ് പ്ലാൻ അവതരിപ്പിക്കണമെന്നാണ് കമ്പനികൾക്ക് ട്രായ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രത്യേക റീചാർജുകളുടെ പരിധി 90-ൽ നിന്ന് 365 ദിവസമാക്കാനും നിർദ്ദേശം. ആഭ്യന്തര വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ച് നവംബർ. 1 കോടിയിൽ പരം യാത്രക്കാരെ കയറ്റി ഇൻഡിഗോയും റെക്കോർഡിട്ടു. എയർ ഇന്ത്യയിൽ കയറിയത് 35 ലക്ഷത്തോളം പേർ. അതും ഇതാദ്യം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി ആൻഡോ ജോർജ് നിയമിതനായി. HR ആൻഡ് ഓപ്പറേഷൻസ് ചീഫ് ജനറൽ മാനേജരായിരുന്നു ഇതുവരെ. ബിരിയാണിയാണ് ഇന്ത്യക്കാരുടെ പൊതുവായ ഇഷ്ടവിഭവം. സ്വിഗ്ഗിയിൽ 1 മിനിറ്റിൽ എത്തുന്നത് 158 ഓർഡറുകൾ. ഈ വർഷം കിട്ടിയത് 8,30,00,000 ഓർഡറുകൾ. ഓർഡറിൽ ബിരിയാണി ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തുടർച്ചയായ 9ാം വർഷം. ദോശ മോശമല്ല, ഓർഡറുകൾ 2,30,00,000. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.